ചിത്വാൻ ഈ ഭാഗത്തുള്ള നമ്മുടെ ഒരു കേബിൾ കാർ ഉണ്ടല്ലോ, മൻകാമന കേബിൾ കാറിൽ പോയിട്ട് നമ്മളിനി ദേവിഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് ഒരു പുഴയുണ്ട്. അത് തിരുസുരി എന്ന് പറയുന്ന ഒരു പുഴയാണ്. അതിങ്ങനെ കാണാം, നമുക്ക് റോഡിൻ്റെ സൈഡിൽ കാണാനുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ ആ തിരുസുരി എന്ന് പറഞ്ഞ പുഴയും പിന്നെ നമ്മളെ കാലി ഗണ്ഡകി എന്ന് പറയുന്ന പുഴയും അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും, ഒരിടത്ത് ജോയിൻ ചെയ്യും. ഒരു സംഗമ സ്ഥലമുണ്ട്. ആ സംഗമ സ്ഥലത്തിനെയാണ് ഈ ദേവിഘട്ട് എന്ന് പറയുന്നത്. പിന്നെ ആ പുഴേൻ്റെ പേര് എന്നിട്ട് നാരായണി എന്നായിട്ടാണ് ആ പുഴ പിന്നെ ഒഴുകി പോണതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. അങ്ങനെ നമ്മള് ദേവിഘട്ടിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ദേവ്ഘട്ടേക്കുള്ള ഗേറ്റ് ആണത്. ഇവിടുന്ന് ഇനി ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. ഇത് ഏകദേശം ഫോറസ്റ്റ് കൂടെ ഉള്ള ഒരു വഴിയാണ്. 4 കിലോമീറ്റർ. ओ देवगढ़ कोई पवित्र स्थल है ना, पवित्र धाम है, धाम. അപ്പോൾ ഒരു പുണ്യസ്ഥലമാണ് അതെന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയ मरेगा उसको इधर जाके शनाख्त करके ना तो काज करेगा, उस लोग पास जाएगा, स्वर्ग लोग जाएगा. ओके ओके, ये विशेषता है इधर का मट्टी स्वर्ग का है. ചന്ദ്രലോക് എന്താണ്, സ്വർഗ്ഗദ്വാര. കുറെ ഗേറ്റുകളുണ്ട് ഇവിടെ. 2 ഗേറ്റുകളുണ്ട്. ഇപ്പൊ ഒരു ഗേറ്റാണ് നമ്മൾ കണ്ടത്. അവിടെ സമാധി समाधि काम हो रहा है, मरा लगाउने काम हो रहा है. അവിടെ ബലികർമ്മങ്ങളൊക്കെ അതിന് താഴത്ത് ചെയ്യുന്നതാണ് പറയണ്ടോ, ബലിതർപ്പണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അവിടെ കുറെ ആളുകൾ ഇപ്പോഴും ഈ സാധനങ്ങളൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറെ ആളുകളുണ്ട്. അത് ശരിയാണ്. താഴെ जाना था इधर है, मगर अभी इधर से जाना है. पहले इधर देखना होगा. इधर गाड़ी से उतरना नहीं पड़ेगा. ये चितवन का देवघाट है. चितवन का देवघाट. देवघाट 2 जिला का है. ये चितवन का है. पहाड़ पारी पुल तर के जाना होगा. वो तनव जिला का. तनव जिला का. സൂരജ് ഭായി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ചിത്വാൻ ജില്ലയിലുള്ള ദേവഘട്ടാണ്. അതുപോലെ തനോർ ജില്ലയിൽ അപ്പുറത്ത് ഒരു ദേവഘട്ട് ഉണ്ടെന്ന് പറയുന്നത്. അതാ പാലം കടന്നു പോകണം. പുൽ. ഇവിടെയും നമ്മുടെ ആ ഒരു അമ്പലസ്ഥലങ്ങളിലേക്കൊക്കെ വന്ന അതേ ഒരു കടകളൊക്കെയാണ് കേട്ടോ. ഇത് പറഞ്ഞില്ലേ നമ്മുടെ ദേവഘട്ട് എന്ന് പറഞ്ഞാലേ നമ്മളെ ഈ മരണശേഷം ഇതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വരുന്ന ആ സ്ഥലമാണെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഈ ഭാഗങ്ങളിലൊക്കെ കുറേ വൃദ്ധസദനങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആളുകൾക്ക് ഭക്ഷണം താമസമൊക്കെ കൊടുക്കും. ഈ ആളുകൾ ഒഴിവാക്കുന്ന വയസ്സായ ആളുകളൊക്കെ ഇവിടെ വന്ന് ഗവൺമെൻറ് ഫുഡും റൂമൊക്കെ കൊടുക്കും ഇവർക്ക് താമസിക്കാന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുറച്ച് അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണുന്നത് കേട്ടോ. കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ആളുകൾ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ബലിതർപ്പണത്തിനും കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആളുകളായിരിക്കും ഇവിടെയൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ ചിത്വൻ ജില്ലയിൽ നിന്ന് അപ്പുറത്തെ ജില്ലയ്ക്ക് ഉള്ളൊരു പാലമാണ് കേട്ടോ അത്. അപ്പോൾ ആ പാലത്തും കൂടെ ബൈക്കൊക്കെ പോകുന്നുണ്ട് കൊണ്ട്. ആ ഒരു ചങ്ങായി അതാകണു ബൈക്കായിട്ട് പോകുന്നുണ്ട് ആ പാലത്തും കൂടെ. തൂക്കുപാലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും ബൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു സെൽ റൊട്ടി എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ഇത് അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. ഇത് ചെറിയൊരു മധുരം ഉണ്ടാവും. ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഉള്ളതാണ്. വട്ടത്തിലുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു ലൈറ്റ് മധുരം അത് അരിയും കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം. നമ്മുടെ ഒരു പൊരീൻ്റെ ഒക്കെ ടേസ്റ്റ് ചെറിയ. പാലത്തിലൂടെ ഒന്ന് നടന്നു നോക്കാം. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഗമം, 2 പുഴകളുടെ ആ സംഗമം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വന്നപ്പോഴേ അമേരിക്കയിൽ നിന്നുള്ള ഒരു സ്വാമിജിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായി. ആളുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ആളുടെ തോട്ട്സൊക്കെ വേറെ ഡിഫറെൻറ്റ് തോട്ട്സാണ്. ഓരോരുത്തർക്കും ഓരോ ചിന്തകളായിരിക്കില്ലേ. എനിവേ അങ്ങനെ നമ്മൾ ആ സംഗമ സ്ഥലത്തൊന്ന് പോയിട്ട് പോരാന്ന് വിചാരിച്ചു എന്തായാലും. അപ്പോൾ ആ പാലത്തിലൂടെ അങ്ങനെ നടന്നു പോവാം. हाँ ओ आपका घर इधर ही है ना? नहीं हम आश्रम में पढ़ते हैं। आश्रम में पढ़ते हैं? ओ आप काम से लोग हैं? आपका घर कहाँ है? मेरा घर सिंगजा। हाँ नेपाल में ही सिंगजा जिला है। भक्तपुर। ओ आप लोग ऐसे क्या करते हैं? वातावरण सफा। ओ बेस्ट तो टेकिंग द बेस्ट फ्रॉम हियर? ये अपना एरिया है। हाँ इसीलिए इसका क्लीन करने के लिए? हाँ क्लीन करने के लिए बार जो भी फोर हुआ है ना, क्लीन करने के लिए हम बाहर जा रहे थे। ठीक है नाम बोलिए एक बार। संतोष बसाल। सिद्धार्थ सापुरा। असीम भट्टराय। आपका कौन सा चैनल है? दी एमलेस। यू आर स्टडीइंग इन स्कूल? हाँ यहीं पर ही, हम यहीं पर पढ़ते हैं। हॉस्टल लाइक हॉस्टल। हाँ ठीक है आश्रम वेद पढ़ते हैं हम। ഓക്കെ ठीक है വെരി ഗുഡ്. ठीक है നൈസ് ടു മീറ്റ് യു ഗൈസ്. അപ്പോൾ അവിടെ കുറേ പിള്ളേരുണ്ട്. അപ്പോൾ ഈ ആശ്രമത്തിൽ താമസിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ അവരിപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഇവിടെയൊക്കെ ആളുകൾ വന്ന് വേസ്റ്റൊക്കെ ഇട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു ചാക്കൊക്കെ എടുത്തിട്ടേ അത് പെറുക്കി ക്ലീൻ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ അവർ ഈ നേപ്പാളിൻ്റെ പല സ്ഥലങ്ങളിലുള്ള പിള്ളേരാണ്. അവരൊക്കെ ഇവിടെ നിന്ന് താമസിക്കുന്നു. നമ്മുടെ അവിടെ മറ്റേ ഈ എന്താ പറയുക ബോർഡിങ്ങിലൊക്കെ താമസിക്കില്ലേ അതുപോലെ. ഓക്കെ ടീക്ക് ബൈ. അപ്പോൾ നമ്മൾ ആ പാലം, ആ തൂക്കുപാലം അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കണ്ടോ നമ്മുടെ കാലി ഗണ്ഡകി എന്ന് പറഞ്ഞ പുഴ അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്നു പോയിട്ട് അതിൻ്റെ സംഗമ സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇനി കുറച്ചും കൂടെ നടക്കണം നമുക്ക് എന്തായാലും. കണ്ടോ അവിടുന്ന് ഈ കാലി ഗണ്ഡകി അവിടുന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വേദാന്ത് സംസ്കൃത വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ടേ അവിടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കണ്ട കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് കാര്യങ്ങൾ. ഇവിടെ ഇനി ഒരു അമ്പലം പോലെ ഒരു ഇതുണ്ട് കേട്ടോ. ആ ഗേറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് സെറ്റാക്കാം. വലിയൊരു ബോളുണ്ട്, വലിയൊരു അമ്പലമുണ്ട്. നിങ്ങൾ വരെ ബോൾ ചെയ്യുന്ന പറഞ്ഞപ്പോഴേ ഈ പെട്ടെന്ന് ആണോ ഒരു അമ്പലമുണ്ട്. ഇതൊക്കെ പുതിയ കൺസ്ട്രക്ഷൻ ആട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്നാനഘട്ടുണ്ട്. അതായത് ഇവിടെ ഈ പുഴയിൽ പോയിട്ട് കുളിക്കാനുള്ള കാലി ഗന്ധകിയനായ വാല. അപ്പോൾ ഈ കാലി ഗന്ധകിയിൽ ഇറങ്ങി കുളിക്കാനുള്ള ഒരു കടവുണ്ട് ഇവിടെ. അപ്പോൾ അതിലേക്കുള്ളൊരു വഴിയാണിത്. അപ്പോൾ അത് നമുക്ക് വെറുതെ ഇങ്ങനെ പോയി നോക്കാം. എന്താ വെച്ചാൽ ഇവിടെ നല്ല ചൂടെന്ന് പറയാത്തതിനും പറഞ്ഞാൽ പോരാ. ഇവിടെ നല്ല വേർപ്പുണ്ടാവും, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് തോന്നുന്നില്ലേ. എല്ലാവരും നല്ല ക്ഷീണിച്ച് എടാ രാജേഷേട്ടനൊക്കെ വേർത്ത് കുളിച്ചിട്ടുണ്ടല്ലോ. നല്ല രാജേഷേട്ടൻ മാത്രമല്ല നമ്മളെല്ലാവരും വേർത്ത് കുളിച്ച് സെറ്റായിട്ടാണ് നടക്കുന്നത്. പിന്നെ ചൂടുണ്ട്, വെയിലുണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ഒരു രസം. നദി കൊൻസ നദി तिरसुरी काली गंडकी दोनों उधर ये जिला है नवलपरासी जिला है, ये तनहुँ जिला है, चितवन जिला है. उसका संगम स्थल है देवघाट. ഓക്കെ देवघाट धाम. അവിടെ 3 ജില്ലകളുണ്ട്. ആ 3 ജില്ലകളും ഈ പുഴേൻ്റെ അപ്പുറയും ഇപ്പുറമായിട്ട് 3 ജില്ലകളുണ്ട്. അവിടെ ഉണ്ടോ ദേവ്ഗഡ് ഡാം. അത് ഇവിടെ ഇതാണ് ആ സംഗമ സ്ഥലം. ഇതൊരു പുണ്യഭൂമിയാണെന്ന് പറയുന്നത്. പൊതുവേ ഈ വിശ്വാസങ്ങളിലൊക്കെ ഇങ്ങനെ പുഴകൾ സംഗമിക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ എന്തോ പുണ്യം ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഇവിടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ ഡെഡ് ബോഡിയൊക്കെ കൊടുന്ന് കത്തിക്കുന്ന സ്ഥലം ഉണ്ടാവും. ഓ इधर नहीं है वो स्मेल आता है ना वो उसका स्मेल नहीं है. ओ उधर भी है. ഓക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഈ ഡെഡ് ബോഡി കത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ റാഫ്റ്റിംഗ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അവിടെ കണ്ടോ റാഫ്റ്റിംഗ് ബോട്ടുകൾ ഉണ്ട് അവിടെയൊക്കെ. അപ്പോൾ അതാണ് സംഭവങ്ങൾ.
അവിടെയൊക്കെ എന്തൊക്കെ ഈ മരണാനന്ദ ക്രിയകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ വന്നിട്ട്. പിന്നെ അതുപോലെ ഇവിടെ ഈ റാഫ്റ്റിങ്ങിൻ്റെ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ റാഫ്റ്റിങ്ങൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൽ ഈ സംഗമ സ്ഥലത്തൂടെ റൗണ്ട് ഇങ്ങനെ എടുക്കുന്ന ഒരു പരിപാടി, അതാണ് ഇവിടെയുള്ള റാഫ്റ്റിങ്. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ആ പാലം കടന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പുഴേൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് നടന്നു വന്നത്. അപ്പോൾ നമ്മൾ റാഫ്റ്റിംഗ് ചെയ്തിട്ടേ അപ്പോൾ നമുക്ക് എന്തായാലും 200 രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡയറക്ഷനിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ 100 രൂപ എടുത്തിട്ട് അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയൊക്കെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഇതിലങ്ങ് കയറി പോവാം. അപ്പോൾ അവർ നമുക്ക് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇതിലാണ് കയറുന്നത്. അപ്പോൾ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിനി അപ്പുറത്തേക്ക് പോകുന്നിട്ട് നമുക്ക് വണ്ടി എടുത്ത് അങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ ഞാനും ജാക്കറ്റൊക്കെ നിർത്തേ. ഹായ്, नाम क्या है भाई अपना? मेरा नाम बसराज है। हाँ बसराज। बसराज, ഓക്കെ. നമ്മളെല്ലാവരും കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കയറി നിന്നിട്ടുണ്ട് എല്ലാവരും. നമ്മൾ തോണി റാഫ്റ്റിംഗ് ഒന്നും പറയില്ല, റാഫ്റ്റിംഗ് ആണ്. പക്ഷെ നമ്മൾ തുഴയുന്നൊന്നുമില്ല, ഇവര് തുഴയാണ്. ഉണ്ടോ പങ്കായടുത്ത് തുഴഞ്ഞോളിതാ അതെ അത് വലിയ ചാടുന്നത്. അത് ഞാൻ എത്ര വീണാലും തൂക്കിയെടുക്കാൻ ഇതില് പൊങ്ങി കടന്നോളും. ഇതില് ലൈഫ് ജാക്കറ്റ് ഇടണല്ലോ, അതാ വീണാലും പൊങ്ങി കടന്നോളും. അല്ലേ सूरज भाई? पानी में गया तो कुछ प्रॉब्लम नहीं है? ये वाला है ना लाइफ जैकेट? हाँ അത്രേ ഉള്ളൂ. കോപ്ര കേട്ടിരുന്നു. പാസ്പോർട്ട് കേടുവരും. അവിടെ വെച്ച് പോകുന്നുണ്ട്. പാസ്പോർട്ടൊന്നും വേണ്ടല്ലോ. ഇതില് കുറച്ച് വെള്ളം ഇതുണ്ടോ, ടർബുലൻ ഫ്ലോ ആണുള്ളത്. അത് ശരിയാട്ടോ. കരയത്തേക്ക് നോക്കുമ്പോ മൊത്തത്തിലൊരു കറക്കുണ്ട്. അതെ അതെ, ആ മൊത്തത്തിൽ കറങ്ങ. അത് ശരിയാട്ടോ, തോണിയിൽ പോകുമ്പോ ഇങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അത് അങ്ങനെ ഒരു വേറെ ഫീലാട്ടോ. വെള്ളച്ചാട്ടത്തേക്ക് നോക്കിയപ്പോ കര മുഴുവൻ മേലേക്ക് പോകും. താഴെ നമ്മളെ ചായ പിടിക്കൊണ്ടിരുന്നു. ആള് നല്ല ആഞ്ഞ് തുഴയുണ്ട് കേട്ടോ. ആ ഒരാളൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ പുഴയിലൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കല്ലുകളൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണ് അറിയാം. അത് കാരണം കുറേ ഒഴുകി 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 വന്നിട്ടേ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഭയങ്കര, നമുക്ക് ഓരോ കല്ലുകളും പല പല കളറുകളൊക്കെ ആയിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ പെറുക്കി നമ്മളെ കയ്യിൽ വെച്ച് കൊണ്ടുപോകാൻ തോന്നും. നമ്മളങ്ങനെ ദേവിഘട്ടൊക്കെ പോയിട്ട് നമ്മളിവിടെ നമ്മൾ താമസിക്കുന്ന ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുന്ന ഒരു ഹോട്ടലെത്തിയിട്ടു. അപ്പോൾ അവിടെ നിന്ന് രാത്രി ഇവിടുത്തെ ഒരു ട്രൈബ് ഉണ്ട്, അതായത് താരു എന്ന് പറയുന്ന ഒരു ട്രൈബ് ഗ്രൂപ്പ് ഉണ്ട്. അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസിൻ്റെ ഒരു റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത് ഇവിടുത്തെ കുറച്ച് പിള്ളേർ അവതരിപ്പിക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം.